യെസ്, ട്രംപ് ഭരണകൂടത്തിൻ്റെ വിലയിരുത്തൽ അദ്ദേഹം നടത്തി ഒരു സംസാരമായിരുന്നു. അതിനുശേഷമുള്ള ആദ്യ മാസത്തെ പ്രവർത്തനങ്ങളെല്ലാം വൻ വിജയം എന്നാണ് വിലയിരുത്തുന്നത്. അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും മോശമായ പ്രസിഡന്റ് ബൈഡനാണ് എന്നും ട്രംപ് പറയുന്നുണ്ട്. അധികാരമേറ്റ ശേഷം യു.എസ്. കോൺഗ്രസിൻ്റെ സംയുക്ത സമ്മേളനത്തെ ആദ്യമായാണ് ട്രംപ് അഭിസംബോധന ചെയ്യുന്നത്. നമ്മോടൊപ്പം ഐസൺ ജോസ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഐസൺ, അപ്പോൾ എന്താണ് ട്രംപ് ഈ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് വ്യക്തമാക്കുന്നത്? വീണ, തീർച്ചയായും സംയുക്ത സമ്മേളനത്തിൽ അദ്ദേഹത്തിൻ്റെ എതിരാളികൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു നിസ്സഹകരണ സ്വഭാവം, അല്ലെങ്കിൽ അത് അവർ എണീറ്റ് നിൽക്കാൻ തയ്യാറല്ലാത്ത, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓരോ നടപടികളും ആദ്യത്തെ ഒരു വൻ വിജയമായ ഒരു മാസത്തെ നടപടികൾക്കൊന്നും അംഗീകാരം നൽകാത്ത, അതിനെ അനുകൂലിക്കാത്തൊരു നിലപാടിനെ വളരെ കൃത്യമായി അദ്ദേഹം വിമർശിച്ചു. അവരെ സന്തോഷിപ്പിക്കാൻ, അതായത് ഡെമോക്രാറ്റുകളെ സന്തോഷിക്കാൻ തൻ്റെ കയ്യിലൊന്നുമില്ല, അതേസമയം ഡെമോക്രാറ്റുകളെ സന്തോഷിപ്പിക്കാനും ചിരിപ്പിക്കാനും തൻ്റെ കയ്യിലൊന്നുമില്ല എന്ന നിലപാടാണ് വളരെ കൃത്യമായി അദ്ദേഹം പറഞ്ഞത്. അതിന് പിന്നാലെയാണ് ആദ്യ മാസത്തെ പ്രവർത്തനം വൻ വിജയമായിരുന്നു എന്ന് വളരെ കൃത്യമായി തന്നെ അദ്ദേഹം പറയുകയും ചെയ്തത്. ഡെമോക്രാറ്റ് അംഗങ്ങളെ സന്തോഷിപ്പിക്കാൻ സാധിക്കില്ല. അത്തരത്തിൽ അത് സന്തോഷിപ്പിക്കണമെങ്കിൽ അവരുടെ പ്രസിഡന്റ് അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യണമായിരുന്നു, അതായത് ജോ ബൈഡൻ ചെയ്യണമായിരുന്നു. അത്തരത്തിലുള്ള പ്രതികരണം നടത്തുന്നതിന് യാതൊരു നടപടിയും ജോ ബൈഡൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. നേരത്തെ വീണ സൂചിപ്പിച്ചതുപോലെ ഈ അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും കഴിവുകെട്ട പ്രസിഡന്റായിരുന്നു ജോ ബൈഡൻ എന്നൊക്കെ വളരെ കൃത്യമായി അദ്ദേഹം പറയുകയും ചെയ്തു. അതിനുശേഷമാണ് ഇവരുടെ പ്രകടനം ഏറെ ദുഃഖകരമാണ്, പ്രതിപക്ഷത്തിൻ്റെ പ്രകടനം ഏറെ ദുഃഖകരമാണ് എന്നും അദ്ദേഹം പറഞ്ഞത്. അമേരിക്കയുടെ വൻ വിജയങ്ങളാണ് കഴിഞ്ഞ ഒരു മാസം അല്ലെങ്കിൽ ഒരു 40 ദിവസത്തിനുള്ളിൽ ഉണ്ടായത്. ഈ ദിവസങ്ങളിൽ ഈ ഉണ്ടായ വിഷയങ്ങളിലൊന്നും ആഘോഷമാക്കാൻ ഡെമോക്രാറ്റുകൾക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല എന്ന കൃത്യമായൊരു ചോദ്യമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. തീർച്ചയായും അമേരിക്കയുടെ ഹൃദയത്തിൽ തൊടുന്നൊരു ചോദ്യം ആ തരത്തിൽ അദ്ദേഹം ചോദിച്ചിരിക്കുന്നു എന്നതാണ് ഗൗരവമേറിയ ഈ കോൺഗ്രസ് അഭിസംബോധനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. വലിയ സ്വപ്നങ്ങൾക്കും ധീരമായ നടപടികളുടെയും സമയമാണിത് എന്നും അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നുണ്ട്. പിന്നീട് അദ്ദേഹം നടത്തിയ ഭരണപരിഷ്കാരങ്ങൾ, വിദേശ സഹായം മരവിപ്പിച്ചു, അതുപോലെ തന്നെ ലോകാരോഗ്യ സംഘടനയിൽ നിന്നും UN മനുഷ്യാവകാശ കമ്മീഷനിൽ നിന്നും പിന്മാറി. കാരണം ഭീമമായ തുക അതിനുവേണ്ടി ചെലവഴിക്കുന്നു, ചൈന വളരെ കുറച്ച് തുക അതിനുവേണ്ടി ചെലവഴിക്കുന്നു, എന്നാൽ നേട്ടങ്ങൾ മുഴുവൻ മറ്റു രാജ്യങ്ങൾ കൊണ്ടുപോകുന്നു. അത്തരത്തിലുള്ള കടുത്ത വിമർശനങ്ങളുടെ ഭാഗമായാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിൽ നിന്നും അദ്ദേഹം പിന്നോട്ട് പോയത്. അതുപോലെ തന്നെ UN മനുഷ്യാവകാശ കമ്മീഷനും സമാനമായ ആശയങ്ങൾ തന്നെയായിരുന്നു അദ്ദേഹം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തത്. പിന്നീട് അദ്ദേഹം പറഞ്ഞ ഏറ്റവും വലിയൊരു സ്റ്റാറ്റിസ്റ്റിക്സ് എന്നത് അമേരിക്കയുടെ ഒരു റിഫോർമേഷൻ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് നമുക്ക് കണക്കാക്കാവുന്നതാണ്. ഓരോ പുതിയ സാമ്പത്തിക ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുമ്പോഴും 10ഓളം ഔട്ട്ഡേറ്റഡായ ആശയങ്ങൾ അല്ലെങ്കിൽ കാലഹരണപ്പെട്ട ആശയങ്ങൾ തള്ളിക്കളയുന്നു, അല്ലെങ്കിൽ നിയമങ്ങൾ റദ്ദാക്കപ്പെടുന്നു എന്നും അദ്ദേഹം പറയുന്നു. മറ്റൊരു പ്രധാന വിഷയം, അടുത്തൊരു ആരോപണം ബൈഡനെതിരെ ഉന്നയിച്ചത് അദ്ദേഹം രാഷ്ട്രീയ എതിരാളികളെ പ്രതികാര ബുദ്ധിയോടെ നേരിടാൻ കേസുകളിൽ പെടുത്തുന്നു, അതിന് താനും ഇരയായിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുകയാണ്. അഭിപ്രായ സ്വാതന്ത്ര്യം, അതിന് മറുപടിയായി അഭിപ്രായ സ്വാതന്ത്ര്യം അമേരിക്കയിൽ പുനഃസ്ഥാപിക്കുകയാണ് തൻ്റെ ഉത്തരവാദിത്വമെന്നും അത് ഞാൻ ചെയ്തു എന്നും അദ്ദേഹം അമേരിക്കൻ കോൺഗ്രസിനെ അഭിസംബോധന ചെയ്യുന്നതിനിടെ പറഞ്ഞു. മറ്റൊരു സുപ്രധാനമായ നീക്കം ഈ അടുത്ത ദിവസങ്ങളിലുണ്ടായത് ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ, ഇംഗ്ലീഷിനെ ഔദ്യോഗിക ഭാഷയാക്കുന്നതിനുള്ള എക്സിക്യൂട്ടീവ് ഓർഡർ അദ്ദേഹം പുറപ്പെടുവിച്ചു എന്നാണ്. 2 ദിവസം മുമ്പ് അത്തരത്തിലൊരു ഓർഡർ പുറപ്പെടുവിച്ചു എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത്. നമുക്കറിയാവുന്നതാണ്, വെൽഷ് ഉൾപ്പെടെയുള്ള ചില ഭാഷകൾ അവിടെയുണ്ട്. ആ ഭാഷകളെല്ലാം തന്നെ മാറ്റി ഔദ്യോഗിക ഭാഷയാക്കി ഇംഗ്ലീഷിനെ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഗൾഫ് ഓഫ് മെക്സിക്കോയ്ക്ക് ഗൾഫ് ഓഫ് അമേരിക്ക എന്ന പേര് നൽകിയെന്നും പറഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം പിന്നോട്ടില്ല എന്ന നിലപാട് പറഞ്ഞത്. അല്പസമയം മുമ്പാണ് കഴിഞ്ഞ 48 വർഷത്തിനിടെ ഉണ്ടായ ഏറ്റവും വലിയ ഒരു പണപ്പെരുപ്പമാണ് രാജ്യം നേരിട്ടത്. പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിന് ഊർജ്ജരംഗത്ത് കാര്യമായ ഇടപെടൽ നടത്തിയെന്നും ഊർജ്ജരംഗത്തെ ഇടപെടലിൻ്റെ ഭാഗമായി ദേശീയ ഊർജ്ജ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചുവെന്നും അദ്ദേഹം ഇപ്പോൾ പറയുകയുണ്ടായി. നമുക്കറിയാവുന്നതാണ്, രാജ്യത്തിൻ്റെ മാറ്റങ്ങളിലൂടെ സഞ്ചരിക്കുക എന്ന കൃത്യമായ ലക്ഷ്യമാണ് താൻ മുന്നോട്ട് വയ്ക്കുന്നതെന്ന് വളരെ കൃത്യമായി ട്രംപ് കോൺഗ്രസിൻ്റെ 2 സഭകളുടെയും സംയുക്ത അഭിസംബോധനയിൽ കൃത്യമായി പറയുന്നുണ്ട്.